നാമജപവും ദീപാരാധനയുമൊക്കെ നടക്കും. മധ്യാഹ്നം നമ്മൾ പറഞ്ഞു ദേവി ഭാഗവതം പറഞ്ഞതുപോലെ തന്നെ സൂതശൗനക സംവാദമാണ്. ശൗനകാദി മഹർഷിമാർ യാഗം നടത്തുന്ന യാഗശാലയിലേക്ക് കടന്നു വന്ന സൂത പൗരാണികരെ സ്വീകരിച്ച് ആനയിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വളരെയധികം യാഗങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ഈ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഈ സ്വർഗത്തിൽ പോയാലുള്ള ഒരു കുഴപ്പം, പുണ്യം നശിച്ചു കഴിയുമ്പോൾ വീണ്ടും താഴേക്ക് പോരേണ്ടി വരും. അപ്പൊ നമ്മുടെ സങ്കല്പപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ആചാര്യന്മാര് പറയുന്ന പ്രകാരം നമുക്ക് സ്വർഗമല്ല വേണ്ടത്, പിന്നെയോ മുക്തി അല്ലെങ്കിൽ മോക്ഷം. മോക്ഷം എന്ന് പറയുമ്പോൾ മോഹത്തിൽ നിന്നുള്ള ക്ഷയം, മോഹങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴും ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു, വീണ്ടും വീണ്ടും ഈ ഭൂമിയിലേക്ക് ഓരോരോ ജീവജാലങ്ങളായിട്ട് ജനിച്ച് മരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കാണുന്ന പ്രാപഞ്ചികമായിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ പെട്ടുപോയിട്ട് നമ്മളിന്ന് രക്ഷപ്പെടാതെ ഈ കാണുന്നതൊക്കെയാണ് സത്യം എന്ന് വിചാരിച്ചിട്ട് അതിൽ മുഴുകി പോകുന്നത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. നിരന്തരമായിരിക്കുന്ന ശ്രമം അതിനകത്ത് ഉണ്ടാവണം. ഈ ജന്മമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താൻ മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജനിക്കാതെ ഇരിക്കണം. അപ്പൊ ജനിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കാതെ ഇരിക്കണം. അപ്പൊ ഇത് രണ്ടും ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? കർമ്മങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെടണം. കർമ്മഫലം ഇല്ലാതെ വേണം. കർമ്മഫലം എന്നാണോ ഇല്ലാതെയാവണത്, അപ്പോൾ മാത്രമേ ജനിമൃതികൾ ഇല്ലാതെ ഇരിക്കും.